നമസ്കാരം. കാസർഗോഡ് ജില്ലയിലേക്ക് യോഗി ആദിത്യനാഥ് കടന്നു വരികയാണ്. ഇന്ത്യ കണ്ട തീവ്ര ഹിന്ദു വികാര പ്രാസംഗികനും കൂടിയാണ് യോഗി ആദിത്യനാഥ്. മുഖ്യമന്ത്രിക്കപ്പുറത്ത് ഒരുപാട് വർഗീയ കലാപങ്ങൾക്ക് യോഗി ആദിത്യനാഥിന്റെ പ്രസംഗങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന ഒരു കാര്യവും പൊതുസമൂഹത്തിനിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് യോഗി ആദിത്യനാഥ് കേരളം സന്ദർശിക്കുന്നത്. ലക്ഷ്യം പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ശബരിമല തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഒപ്പം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അതിലൊരു നേട്ടമുണ്ടാക്കാൻ യോഗി ആദിത്യനാഥിന്റെ ഈ കടന്നുവരലിന് സാധിക്കുമെന്ന ഒരു വിശ്വാസവും കെ സുരേന്ദ്രൻ അടങ്ങുന്ന BJP നേതൃത്വത്തിന്റെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എക്കാലത്തെയും വലിയ ഒരു സ്വപ്നമായിരിക്കും BJPയുടെ സാഫല്യമാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഹിന്ദു വികാരം ആളിക്കത്തിക്കണമെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെ കേരളം സന്ദർശിക്കണം. വിശ്വാസം മുറുകെ പിടിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ BJPയോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ സത്യസന്ധമായിട്ടുള്ള വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പിന്നിലോട്ട് പോയപ്പോൾ അടുത്തത് തീവ്ര സ്വഭാവം അല്ലെങ്കിൽ തീവ്ര ഹിന്ദു വികാരം ആളിക്കത്തിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയ ആൾ, മോദിയെക്കാളും പറ്റിയ ആൾ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. മുസ്ലിം മതവിശ്വാസികളോട് എക്കാലത്തും ഒരു വലിയ വിയോജിപ്പ് പുലർത്തുന്ന ഒരാൾ കടന്നു വരുമ്പോൾ അത് ഹൈന്ദവ തീവ്രത എത്രത്തോളം വളർത്തുമെന്ന ഒരു കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. എന്താണ് യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ തന്നെ നിലവിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മറ്റുള്ള എത്ര നേതാക്കളുണ്ട് ഇവിടെ? എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുന്നു? അതിനുള്ള ഉത്തരമാണ് ഹിന്ദു തീവ്രത വളർത്തുക എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുവരുന്ന ആൾ അതിന് അനുയോജ്യമായിട്ടുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ ജനത ഒരേപോലെ മനസ്സിലാക്കിയിട്ടുമുള്ളതാണ്. തൻ്റെ മതത്തിലുള്ളവർ പോലും തനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈന്ദവ മതക്കാർക്കെതിരെ തിരിയുന്നു എന്ന രീതിയിൽ അതിനെ കാണുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒരാളുടെ സന്ദർശനം എത്രത്തോളം വലിയ തീവ്രതയായിരിക്കും ഇവിടെ വളർത്തുക എന്ന ഒരു സത്യവും പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം വലിയ രീതിയിലായിരിക്കും കാസർഗോഡിനെ ബാധിക്കുക? തിരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ ഏക പ്രതീക്ഷയാണ് കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വരം മണ്ഡലവും ഒക്കെ BJP ലക്ഷ്യമിടുന്നത് കാലം എത്രയോ ആയി. എന്നാൽ ആ സ്വപ്നങ്ങളൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഞ്ചേശ്വരത്ത് 89 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അബ്ദുൾ റസാഖ് MLA വിജയിക്കുമ്പോൾ തോറ്റ് പിൻവാങ്ങുന്ന സാഹചര്യം കെ സുരേന്ദ്രൻ ഉണ്ടായപ്പോൾ മറ്റൊരു പ്രതീക്ഷ കെ സുരേന്ദ്രന് നൽകിയിരുന്നു. മഞ്ചേശ്വരം അടുത്തത് BJPക്കുള്ളതാണ്. അതിന് എന്തുകൊണ്ടും അവിടെ അനുയോജ്യമാകുന്നത് ഹിന്ദു തീവ്രത വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് 100% എല്ലാ വിധത്തിലും ആ കാര്യം എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം കാസർഗോഡ് ജില്ല സന്ദർശിക്കുമ്പോൾ ഏറ്റവും കൂടുതലധികം സന്തോഷിക്കുന്നത് RSSകാർ തന്നെയായിരിക്കും. കാരണം നേട്ടങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നു കൊടുത്തിട്ടേ അയാൾ തിരിച്ചു പോവുകയുള്ളൂ. എന്തായാലും കാസർഗോട്ടെ ജനങ്ങൾ ജാഗരൂകരാവുക. യഥാർത്ഥ വിശ്വാസികൾ മറ്റൊരു രീതിയിലേക്ക് കടന്നു പോകാതെ സത്യത്തെ മുറുകെ പിടിച്ച് നേരിനൊപ്പം സത്യത്തിനൊപ്പം നിലനിൽക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.